കുറവ് എല്ലാ രംഗങ്ങളിലും നമ്മെ പിറകോട്ട് നിർത്തും. അറിവ് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിങ്കൽ സ്വീകാര്യത വർദ്ധിക്കും. മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് ലക്ഷോപിലക്ഷം മലക്കുകളെ കൊണ്ട് ആദരവ് നൽകിയത് ആരാധനയുടെ പേരിലല്ല. അങ്ങനെയെങ്കിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിൻ്റെ മുമ്പ്, ആ ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ഭൂമിയിലും അല്ലാത്തിടങ്ങളിലുമായി അള്ളാഹുവിനെ ആരാധിക്കുന്ന എത്ര ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്. സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ ഇനി ആ മലക്കുകളുടെ അവസാനം അള്ളാഹു കണക്കാക്കിയിരിക്കുന്നത് സൂറിൽ ഒരു ഊത്ത് ഓതുന്ന സമയമാണെങ്കിൽ അതുവരെ ഇബാദത്തിൽ കഴിയുന്ന മലക്കുകളില്ലേ, നിരന്തരം റുക്കൂഇലും സുജൂദിലും അത്തഹിയാത്തിലും തസ്ബീഹിലും തക്ബീറിലും തഹ്മീദിലും കഴിയുന്ന മലക്കുകളില്ലേ, അവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ച് സംവിധാനിച്ച് ആദ്യമായി ആ മനുഷ്യന്റെ ബഹുമാനം അല്ലാഹു അറിയിച്ചത് ശാരീരിക സൗകര്യങ്ങളിലോ സംവിധാനങ്ങളിലോ അല്ല. ശാരീരിക സൗകര്യവും സൗന്ദര്യവും അല്ലാഹു നൽകിയിരിക്കുന്നത് ഏറ്റവും അധികം മനുഷ്യനാണ്. മനുഷ്യൻ അല്ലാഹു നൽകിയതുപോലെ ഭൂമിയിൽ ഒരു ജീവിക്കും അല്ലാഹു സൗന്ദര്യം നൽകിയിട്ടില്ല. മനുഷ്യൻ അല്ലാഹു സൗകര്യം നൽകിയതുപോലെ ഭൂമിയിൽ ഒരു ജീവിക്കും അല്ലാഹു സൗകര്യം നൽകിയിട്ടില്ല. എല്ലാ ജീവികളും കീഴ്പ്പെടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. വിഷസർപ്പങ്ങൾ കീഴ്പ്പെടുന്നത് മനുഷ്യനാണ്. കാട്ടിലെ ഗജവീരനായ സിംഹം പോലും മനുഷ്യന് കീഴ്പ്പെട്ടുകൊണ്ട് ഖാദിമായി നടക്കുകയാണ്. വലിയ വലിയ ആനകളെ ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ച് നടത്തിക്കൊണ്ടുപോകുന്നതാരാ? മനുഷ്യനാണ്. ആ മനുഷ്യനിൽ രൂപപ്പെട്ട് കിടക്കുന്ന ഒരു സ്വാധീനം മനുഷ്യനേക്കാൾ എത്രയോ വലുപ്പമുള്ള ജീവികളെ പോലും മനുഷ്യന് കീഴ്പ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തി കൊടുത്തു. അത് മാത്രമാണോ സഹോദരങ്ങളെ? സഖറ ലക്കുമുൽ ബഹ്റ, സമുദ്രത്തെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നു. ആ സമുദ്രത്തിൽ എത്ര ആഴിയിലേക്ക് പറക്കാനും ഏറ്റവും വലിയ സാമ്പത്തിക രംഗം പടുത്തുയർത്താനും സമുദ്രത്തിൽ അല്ലാഹു തആല സൗകര്യം നൽകിയത് മനുഷ്യനല്ലേ? എത്ര വലിയ കപ്പലുകളാണ് മനുഷ്യൻ കടലിലൂടെ ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. ആഡംബര കപ്പലുകളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നാം കയറി നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഒരു 10ഓ 15ഓ ബിൽഡിങ്ങുകൾ അട്ടിക്ക് വെച്ചതുപോലെ ഉണ്ടാവും. അത്രയും സൗകര്യങ്ങളാണ്. ഇപ്പൊ സാധാരണ ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്ന് ഓടുന്ന ഒരു കപ്പലിൽ, ഒരു പുതിയ കപ്പലിൽ നാം പോയി നോക്കിയാൽ തന്നെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ വലിയ കപ്പലാണ് MV കവരത്തി എന്ന പേരുള്ള കപ്പൽ. ആ കപ്പലിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒരുക്കിയതാരാ? മനുഷ്യനാണ്. ആ കപ്പലിന്റെ വേഗതയും ആ കപ്പലിൽ തന്നെ മെസ്സേജുകൾ കൈമാറാനുള്ള റഡാർ സംവിധാനവും ഒരുക്കിയതാരാണ്? മനുഷ്യനാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈലുകളൊക്കെ കൊച്ചിയിൽ നിന്ന് ഒരു 1/2-3/4 മണിക്കൂർ കപ്പലോട്ടി കഴിഞ്ഞാൽ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നല്ലാതെ ഒരാളെയും വിളിക്കാൻ കിട്ടൂല. റേഞ്ച് പോയി. പക്ഷേ ഈ കപ്പൽ പുറപ്പെട്ട് മറ്റൊരു സ്ഥാനത്ത് എത്തുന്നത് വരെ കണക്ഷൻ വിടാത്ത രൂപത്തിലുള്ള റഡാർ സംവിധാനം ഒരുക്കിയത് മനുഷ്യനല്ലേ? എന്തൊരു സൗകര്യമാണ് അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയത്. ഇപ്പൊ സൗകര്യവും സൗന്ദര്യവും കണ്ടിട്ടല്ല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മലക്കുകൾ ആദരവ് നൽകിയത്. നല്ല ഭംഗിയുള്ള മനുഷ്യനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. കാണാൻ നല്ല ഭംഗിയുണ്ട്.
നല്ല ഹൈറ്റും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. നമുക്കൊക്കെ അറിയാലോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൈറ്റ് എത്രയാ? 60 മുഴം എന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 പള്ളിയും കൂടി മേലോട്ട് എടുക്കേണ്ടി വരും. എന്നാലും ആകുമെന്ന് അറിയില്ല. 60 മുഴം എന്ന് പറഞ്ഞാൽ എത്ര വലുപ്പമുണ്ട്? നമ്മളീ കാണുന്ന തെങ്ങ് എത്ര മുഴം ഉണ്ടാവും? ഒരു 30 ഉണ്ടാകുമോ? സംശയമാണ്. അപ്പൊ ആ മലക്കുകൾക്കിടയിൽ ഒരു എഴുന്നേറ്റ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് നിന്നാൽ ആർക്കും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതിരിക്കില്ല. നല്ല ഹൈറ്റ് അല്ലേ? പിന്നെന്താണ് ഈ ബഹുമാനത്തിന്റെ പിന്നിലുള്ള ആധാരം? ഒന്ന് മാത്രമാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പകർന്നു നൽകിയ ഇൽമ്. ആ ഇൽമ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് ഉസ്ജുദൂലി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കുക. ഒരു അഭിവാദ്യത്തിന്റെ സുജൂദ്, ഒരു ബഹുമാനത്തിന്റെ സുജൂദ് അർപ്പിക്കാൻ മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് മലക്കുകൾക്ക് മുമ്പിൽ, ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് മുന്നിൽ നിർത്തി ഏറ്റവും വലിയ ബഹുമാനം അല്ലാഹു കാണിച്ചു കൊടുത്തത് ഇൽമിലൂടെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആത്മീയവും പാരത്രികവും കർമ്മപരവുമായ എല്ലാ മേഖലകളിലും ഉണർവ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഇൽമു വേണം. അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഇൽമു നൽകപ്പെട്ട മഹാൻ, മലക്കുകളെക്കാളും വലിയ ഇൽമ് അല്ലാഹു നൽകിയ മഹാൻ, ലക്ഷോപിലക്ഷം മലക്കുകളെക്കാളും വലിയ ഇൽമു നൽകിയിട്ട് അല്ലാഹു ആദരവ് നൽകിയ മഹാൻ, അംബിയായിനെക്കാളും ഔലിയായിനെക്കാളും എല്ലാവരെക്കാളും ഇൽമു നൽകപ്പെട്ട അതുല്യമായ ഇൽമിന്റെ ഉടമ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇൽമിനെ അളക്കാൻ നമുക്ക് കഴിയില്ല. ആ ഇൽമിന്റെ പ്രവിശാലതയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അലം നശ്റഹ് ലക സദ്റക്, ഓ പുന്നാര നബിയേ, ഓ പുണ്യപൂമാനായ തങ്ങളെ, അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയത്തെ അറിവുകൊണ്ട് നാം വിശാലമാക്കി തന്നില്ലയോ? ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ അറിവിന്റെ മേഖലകളെയും അവിടുത്തെ മനസ്സിലേക്ക് അല്ലാഹു പകർന്നു നൽകി. ആ മനസ്സിന്റെ പ്രവിശാലത എത്രമാത്രം വലുതാണ് സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിലൊരു വലിയ ജീവിച്ചു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ആ വലിയ 1-2 കാര്യങ്ങൾ തന്നെ ടെസ്റ്റ് ഡോസായി പറഞ്ഞാൽ നാട്ടുകാർക്ക് എന്തൊരു ബഹുമാനമാണ്. ഒരാൾ ആ വലിയന്റെ അടുത്ത് വന്നു, വലിയാണെന്ന് നാട്ടിലെ എല്ലാ മനുഷ്യരും സമ്മതിക്കുന്ന അത്രയും ഇൽമിലും തഖ്വയിലും വളരുന്ന ഒരു മഹാന്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ ഒരാണോ പെണ്ണോ വന്നു, ഒരു വിഷയം പറഞ്ഞു. എന്താ വിഷയം? എന്റെ മോനെ കാണാനില്ല. അത് വലിയൊരു സംഗതി തന്നെയാണ്. കുറെ ദിവസമായി തെരഞ്ഞു നടക്കുന്നു, എല്ലാ വാർത്താ മീഡിയകളിലും പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. പല ഭാഗങ്ങളിലും കാവൽക്കാര്, പോലീസുകാർ തെരയുന്നുണ്ട്, ഇന്റലിജൻസും പലരും തെരയുന്നുണ്ട്, സർക്കാരും അല്ലാത്തവരും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഈ വലിയന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം തലതാഴ്ത്തിയിട്ട് ദിക്ർ അങ്ങനെ ചൊല്ലിയിട്ട് പിന്നെ മേലോട്ട് നോക്കിയിട്ട് വലിയ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഈ നാട്ടിലില്ല, ഇവിടെ ഒന്ന് കുറെ ദൂരം സഞ്ചരിച്ചാലെത്തുന്ന ഒരു ദ്വീപുണ്ട്, അവിടെയുണ്ട്. അപ്പൊ നാട്ടുകാർ മുഴുവനും ഉള്ള വള്ളങ്ങളൊക്കെ സംഘടിപ്പിച്ച് അങ്ങോട്ട് കുതിച്ച്. കാരണം ഒരാളെ കിട്ടാൻ വേണ്ടിയല്ലേ, ആ കുടുംബത്തിന്റെ ഒരു സമാധാനം. എല്ലാവരും പോയി നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ആ ദ്വീപിലുണ്ട്. ഇനി നാട്ടുകാർ ഈ വലിയനെ വിടുവോ? ഇപ്പൊ ഒരു അറിവല്ലേ പറഞ്ഞു കൊടുത്തത്? ഒന്നല്ലേ ടെസ്റ്റ് ഡോസല്ല, ഒന്നല്ലേ പറഞ്ഞതുള്ളൂ സഹോദരങ്ങളെ. ആ ഒന്നിന്റെ പേരിൽ ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗങ്ങളും, മുസ്ലിം എന്നല്ല എല്ലാവരും, എല്ലാ ജാതിക്കാരും ആ വലിയനെ ബഹുമാനിച്ച്, ആ വലിയനെ ആദരിച്ച്. ജീവിതത്തിൽ മാത്രം ആ വലിയ വഫാത്തായി കഴിഞ്ഞാൽ ആളുകൾ വിടൂല. ഒരുപക്ഷെ നമ്മൾ കണ്ടു നൂട്ടിക്കോളൂ. ഇനി നമ്മളെ കാലശേഷം വരുന്ന ആൾക്കാർ ആരും കണ്ടിട്ടില്ലെങ്കിലും ബഹുമാനം ഉണ്ടാവില്ലേ? ഈ നാട്ടിൽ എത്ര മക്കാമുകളുണ്ട്, അവിടെ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എത്ര മഹാന്മാർ ഈ നാട്ടിൽ കിടക്കുന്നുണ്ട്, നമ്മളാരോ കണ്ടിട്ടുണ്ടോ? ഈ വലിയ തലമുറ ഉപ്പാപ്പാരോട് ചോദിച്ചു നോക്കുക, അവരുപ്പാപ്പാരിൽ നിന്ന് ഒരു പക്ഷേ ചരിത്രങ്ങളോ കേട്ടിട്ടുണ്ടാവും.
ആ ഉപ്പാപ്പാർക്ക് അവരെ ഉപ്പാപ്പാർ കൈമാറിയിട്ടുണ്ടാവും. ഞാൻ ഒരു നോക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. ആര്? നമ്മളെ മുന്നിൽ മുകളിൽ ഒരു മൂന്നാമത്തെ തലമുറ അപ്പുറത്ത് ആ വല്യപ്പ പറഞ്ഞു, വാപ്പാന്റെ വാപ്പ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ മാത്രം. പിന്നെ അത് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു തന്നു. എൻ്റെ ഉപ്പാന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒരിക്കൽ കണ്ടിട്ടുണ്ട്, ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്രേ അറിവുള്ളൂ ഇപ്പൊ. പക്ഷേ ബഹുമാനത്തിന് ഇപ്പോഴും കുറവില്ല. ആർക്ക് സലാം പറയില്ലെങ്കിലും ഒരു സലാം ഒരു സ്പെഷ്യലായിട്ട് അവർക്ക്. ചിലപ്പോൾ പള്ളിയിലൊക്കെ കയറി നിസ്കരിച്ച് ഇറങ്ങിയിട്ടുണ്ടാവും, പള്ളിയിലോടൊന്നും സലാം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും അവിടെ കിടക്കുന്ന ഒരു സലാം പറയട്ടെ. എന്തൊരു ബഹുമാനം! എന്താണ് ഈ ബഹുമാനത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ്? ഇൽമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് ഖുർആനിൽ അധികം ചോദിക്കാൻ പറഞ്ഞു. നമ്മളോട് മാത്രമല്ല, ആദ്യം അള്ളാഹു പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. വഖുൽ റബ്ബി സിദ്നി ഇൽമാ. തങ്ങൾ പറയണം നബിയേ, റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് നീ അറിവ് കൂടുതലാക്കി തരണം. അറിവ് കൂടുതലാകുമ്പോഴേ വിവേകത്തിന് നല്ല ഭംഗിയുണ്ടാവുകയുള്ളൂ. മനുഷ്യൻ അല്ലാഹു നൽകിയ കഴിവാണല്ലോ വിവേകശക്തി. ആ കഴിവ് അല്ലാഹു നാൽക്കാലികൾക്ക് നൽകിയിട്ടില്ല, മറ്റു പലതിനും അല്ലാഹു നൽകിയിട്ടില്ല. ചിലതിനൊക്കെ വിവേചനത്തിന്റെ കഴിവ് നൽകിയിട്ടുണ്ട്. പൂച്ചക്ക് വിവേചനത്തിന്റെ കഴിവുണ്ട്. അതുകൊണ്ടാണ് കുടുംബക്കാരെ പൂച്ച തിരിച്ചറിയുന്നത്. നായക്കും വിവേചനത്തിന്റെ കഴിവുണ്ട്. വീട്ടുകാരല്ലാത്തൊരു വന്നാൽ നായ കുരക്കും. വിവേചനത്തിന്റെ കഴിവ് പല ജീവികൾക്കുമുണ്ട്. പക്ഷേ വിവേകത്തിന്റെ കഴിവ് അല്ലാഹു മനുഷ്യന് നൽകിയൊരു സൗന്ദര്യമാണ്. ആ വിവേകത്തിന് പൂർണ്ണത ലഭിക്കണോ, പക്വത കൂടുതലാകണോ, ഉന്നതനിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരണോ, അനിവാര്യമാണ് അറിവ്. അല്ലാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, കുഞ്ഞു മക്കളെയും പഠിപ്പിക്കേണ്ട ചെറിയൊരു പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമാ. മോനെ, സ്കൂള് പഠിക്കുന്നോ? പഠിച്ചോ, നന്നായി. പക്ഷേ ദ്വാരക്കാൻ മറക്കരുത്. എന്ത്? റബ്ബി സിദ്നി ഇൽമാ. മദ്രസയും പഠിച്ചോ, ദർസും പഠിച്ചോ, വാളും കേട്ടോ, അതുകൊണ്ടൊക്കെ മതിയായി എന്ന് തോന്നരുത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ലോകത്ത് തോന്നേണ്ടത് ആർക്കാണ്? പ്രാർത്ഥിക്കാതിരിക്കേണ്ടത് ആരാണ്? ദുആ ചെയ്യൽ മതിയാക്കേണ്ടത് ആരാണ്? മുത്തളി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ അല്ലാഹു പറയുന്നത്, റബ്ബി സിദ്നി ഇൽമാ എന്ന് ദുആർക്കണം. തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇൽമ് മലക്കുകൾക്ക് അല്ലാഹു നൽകാത്തതാണ്. മലക്കുകൾക്ക് നൽകിയ ഇൽമിനെക്കാളും അപ്പുറം നൽകിയിട്ടുണ്ടോ? ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമല്ലേ അവിടുത്തെ ഉസ്താദ്. 30,000 പ്രാവശ്യം തങ്ങൾ അടുത്ത് വന്നിട്ടുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ 30,000 പ്രാവശ്യം വന്ന് പകർന്നു നൽകിയ ഇൽമിനെക്കാളും വലിയ ഇൽമ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ. അറിയാത്തത് മുഴുവനും അങ്ങേക്ക് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം, എന്ത് തങ്ങൾക്കറിയാത്തതുണ്ടോ മുഴുവനും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പഠിപ്പിക്കും പോലെയല്ല. വകാന ഫളുല്ലാഹി അലൈക അളീമാ. അല്ലാഹു അങ്ങേക്ക് നൽകിയ ഔദാര്യം അത് വിവരണാതീതമാണ്, അനിർവചനീയമാണ്, അത്രയും ബഹുമാനം നിറഞ്ഞതാണ്. നമ്മളൊരു വരി പാടാറില്ലേ? വാളിന്റെ മജ്‌ലിസ് തുടങ്ങുമ്പോഴും വീട്ടിലും മറ്റുമൊക്കെ റബീഉൽ അവ്വലിനും പാടാറുണ്ട്. ഫ ഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. വമിൻ ഉലൂമിക, അങ്ങയുടെ അറിവിന്റെ ഒരു ഭാഗമാണ് നബിയെ ഇൽമുൽ ലൗഹി വൽ ഖലം, ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമ്. ലോകത്ത് സർവ്വ സൃഷ്ടികളുടെയും ഇൽമ് അല്ലാഹു രേഖപ്പെടുത്തിയത് ലൗഹുൽ മഹ്ഫൂദിലാണ്. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിം മഹ്ഫൂദ്. എവിടെയാ ഖുർആൻ ഉണ്ടായിരുന്നത്? ലൗഹുൽ മഹ്ഫൂദിലാ. തൗറ എവിടെയാ ഉണ്ടായിരുന്നത്? ലൗഹുൽ മഹ്ഫൂദിലാ. ഇഞ്ചീലും അതുപോലെ തന്നെ സബൂറും ലൗഹുൽ മഹ്ഫൂദിലാണ്. സർവ്വ അമ്പിയാക്കളുടെ സുഹുഫും ഉണ്ടായിരുന്ന ലൗഹുൽ മഹ്ഫൂദിലാണ്. നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവനും ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. നാളെ ചെയ്യുന്നത്, മരണം വരെ ചെയ്യുന്നത് നമുക്ക് നിശ്ചയമില്ല, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. നമ്മുടെ അടുത്ത തലമുറ ചെയ്യുന്നത്, പേരക്കുട്ടികൾ ചെയ്യുന്നത്, 3ാം തലമുറ ചെയ്യുന്നത് ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ലോകത്തെ സർവ്വ മനുഷ്യരുടെയും സർവ്വ സൃഷ്ടികളുടെയും വിവരങ്ങൾ അല്ലാഹു
അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൗഹിലെ ഇൽമ് മുഴുവനും അല്ല തങ്ങളുടെ ഇൽമ്, അങ്ങയുടെ അറിവിന്റെ ഒരു ഭാഗമാണ് ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമ്. ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമു മൊത്തം വെച്ചാ നബി തങ്ങളെ ഇൽമു ആയിട്ടില്ല. അത് അങ്ങേക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ഒരു ഭാഗമാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹിന്റെയും ഖലമിന്റെയും ഇൽമ് എത്രമാത്രം പ്രവിശാലമാണ്. അങ്ങേക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ഒരു ഓരം മാത്രമേ ആയിട്ടുള്ളൂ, അതിനപ്പുറമാണ് അങ്ങേക്ക് അല്ലാഹു നൽകിയ ഇൽമ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മിഅ്റാജ് നടത്തിയപ്പോ സിദ്റത്തുൽ മുൻതഹയുടെ പരിസരത്തെത്തി. 7-ാം ആകാശത്തിന്റെ എൻഡിലുള്ള ഒരു മരമാണ് സിദ്റത്തുൽ മുൻതഹ, ഒരു വടാവൃക്ഷമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അതിന് ധാരാളം ഇലകളുണ്ട്. ഓരോ ഇലയും ആനച്ചെവി പോലത്തെ വലുപ്പമുള്ളതാണ്. ഒരു ഇലക്ക് ആനയുടെ ചെവി പോലെ നല്ല വലുപ്പമുണ്ട്. നല്ല പ്രകാശം തിളങ്ങി നിൽക്കുന്നൊരു മരം. ഏറ്റവും കൂടുതൽ അത് പ്രകാശിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവിനാണ്. അത്ര പ്രകാശിച്ചൊരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ അത് പ്രകാശിക്കുന്ന ഒരു നേരമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? വർഷത്തിൽ ഒരിക്കലാണ്. അതാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്ന് ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്ന ഒരു മരമാണ് സിദ്റത്തുൽ മുൻതഹ. അതിൽ ലക്ഷോപിലക്ഷം മലക്കുകളുണ്ട്. ആ മലക്കുകളാണ് അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. ലൈലത്തുൽ ഖദറിൽ സ്പെഷ്യലായിട്ട് വരുന്ന മലക്കുകൾ അതിന്റെ മുമ്പും വരൂല, ശേഷവും വരൂല. അന്ന് മാത്രമേ വരൂ, വേറൊരു ദിവസം വരൂല. അവർ സ്പെഷ്യൽ വരുന്ന ആൾക്കാരാ. സ്പെഷ്യൽ വരുന്ന ആൾക്കാരാകുമ്പോൾ നല്ലോണം നമ്മൾ സ്വീകരിക്കണ്ടേ, നല്ലോണം നമ്മൾ ഒരുങ്ങണല്ലോ. ഈ നാട്ടിൽ സ്പെഷ്യൽ ഡോക്ടർ വരുന്നുണ്ട്, ഇവിടെ അടുത്തൊന്നും വരാത്ത ഒരാളാ, ഭയങ്കര വൈദ്യനാണെങ്കിൽ ആ ഡോക്ടറെ ടോക്കൺ എത്ര മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ടി വരും? എത്ര മാസം മുമ്പ് നമ്മൾ ഓരോ നമ്പർ വാങ്ങണ്ടേ ഡോക്ടറെ കാണാൻ? നമ്മൾ ആദ്യം പോയി ശ്രമിച്ചു നോക്കി, 2 മാസത്തിന് ഒഴിവില്ല. പിന്നെ 2 മാസത്തിന്റെ ഇടക്ക് പിന്നെയും വിളിച്ചു, ടിക്കറ്റ് ഫുള്ളാ. ഇനി എന്ത് ചെയ്യും? നമുക്കൊരു നമ്പർ നറുക്ക് വീണത് 6 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ. ലൈലത്തുൽ ഖദറിൽ വരുന്ന മലക്കുകൾ നമ്മെ ഓരോരുത്തരെയും മുസാഫഹത്ത് ചെയ്ത് മുത്തം വെച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാനുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണ്ടേ? എത്ര കൊല്ലം കഴിഞ്ഞു ലൈലത്തുൽ ഖദർ നമ്മുടെ ജീവിതത്തിൽ? റമളാൻ ഷരീഫ് കഴിയുന്നതനുസരിച്ച് ലൈലത്തുൽ ഖദർ കഴിയുന്നില്ലേ? ആ ഒരു വലിയ ഭാഗ്യത്തിലേക്ക് നമ്മൾ ഉണരണ്ടേ? അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ സിദ്റത്തുൽ മുൻതഹയുടെ പരിസരത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തങ്ങൾ മുന്നോട്ട് നീങ്ങിക്കോളൂ, തങ്ങൾ മുന്നോട്ട് വെക്കോളൂ. നിങ്ങളില്ലേ, നിങ്ങൾ കൂടെ വരുന്നില്ലേ? അഹുനാ യത്റുകുൽ ഖലീൽ വൽ ഖലീൽ. ഭൂമിയിൽ മസ്ജിദുൽ ഹറാമിൽ തൊട്ട് തുടങ്ങിയ യാത്രയാ. എന്നിട്ട് മസ്ജിദുൽ അഖ്സയിലും നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്, ഓരോ ആകാശങ്ങളിലും നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ഇവിടെ വെച്ച് നിങ്ങൾ വിട്ടുപിരിയുകയാണോ? നിങ്ങൾ വരുന്നില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. ഞങ്ങൾ ലക്ഷക്കണക്കിന് മലക്കുകൾ ഉണ്ടായിട്ട് എന്താ, ഞങ്ങൾക്കൊരു നിശ്ചിത പോയിന്റ് ഉണ്ട്, അത് വിട്ടു പോകാൻ ഞങ്ങൾക്ക് പറ്റൂല. എത്ര മലക്കുകൾ വന്നാലും ഇവിടം വരെ വരൂ, മലക്കുകളുടെ അറിവ് ഇവിടം വരെ എത്തൂ. ഈ സിദ്റത്തുൽ മുൻതഹയും കടന്നു പോകാൻ അങ്ങേക്ക് മുമ്പൊരാൾക്കും അല്ലാഹു പെർമിഷൻ നൽകിയിട്ടില്ല, ശേഷം ഇനി ഒരാൾക്കും പെർമിറ്റ് കിട്ടുകയും ഇല്ല. ഞങ്ങളൊക്കെ ഞങ്ങളെ സ്ഥാനത്ത് നിൽക്കട്ടെ, തങ്ങൾ പോയിക്കോളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീണ്ടും മുന്നോട്ട് ഗമിച്ചു. പരിശുദ്ധമായ ഒരുപാട് പതനങ്ങളിലൂടെ, ഒരുപാട് വഴികളിലൂടെ തങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരുപാട് അസ്റാർ, രഹസ്യങ്ങൾ, അള്ളാഹുവിന്റെ സിറുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദർശിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദറത്തിലെത്തി അള്ളാഹുവിനെ കണ്ടു, അള്ളാഹുവുമായി സംവദിച്ചു. എന്തൊക്കെ അള്ളാഹു തആല നബി തങ്ങളോട് പറഞ്ഞത് ഒക്കെ കൂടി ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ ദുനിയാവിൽ ടൈം മതിയാകൂല. അതുകൊണ്ട് അള്ളാഹു ഒറ്റ വചനത്തിൽ അത് ചുരുക്കി, ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അള്ളാഹു തന്റെ അടിമയിലേക്ക് നൽകേണ്ട വഹ്യുകളൊക്കെ നൽകി. ഓരോന്നോരോന്ന് പറയാം, എന്നാ തീരണ്ടേ? അതുകൊണ്ട് മൊത്തമായി പറഞ്ഞതാ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് അത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മീകായിൽ അലൈഹി ഇസ്ലാമിന് കിട്ടിയിട്ടുണ്ടോ?
ലോകത്തൊരു മലക്കിനും ഒരു നബിക്കും കിട്ടിയിട്ടില്ല. ആ ഉന്നതമായ ഇൽമും ഉന്നതമായ വിധാനവും അള്ളാഹു നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. എന്നിട്ടും തങ്ങളോട് അള്ളാഹു പറയാണ് റബ്ബി സിദ്നി ഇൽമാ എന്ന് ചോദിക്കണം, റബ്ബി സിദ്നി ഇൽമാ എന്നൊന്നും ചോദിക്കണം, എന്നൊന്നും പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമാ എന്ന്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥിച്ച എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബി സിദ്നി ഇൽമാ. അള്ളാഹുവെ ഇൽമ അധികം തരണം, ഇൽമ അധികം തരണം. അള്ളാഹു നമുക്കും നാഫിയായ ഇൽമ ഏറ്റി തരട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനു ഷരീഫ് നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്നു. ആ റമദാനെ നന്നായി വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, റമദാനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തരും വിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ചിന്തിക്കണം. എന്തിനാണ് അല്ലാഹു തആല നോമ്പും, എന്തിനാണ് അല്ലാഹു തആല ഈ രൂപത്തിൽ റമദാനിൽ പ്രത്യേക നിസ്കാരവും ആരാധനകൾക്ക് വലിയ ഭംഗിയും മറ്റുള്ള മാസങ്ങളിലൊന്നും കിട്ടാത്ത വലിയ മഹത്വങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ചെന്ന് എന്തിനാ അല്ലാഹു അങ്ങനെ തന്നത്? ഒരു വിഷയത്തിനാണ്. എല്ലാറ്റിൻ്റെയും കാതലായ ഭാഗം ഒന്നാണ്. ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് അടുത്ത അടിമകളാകാൻ, മുത്തഖീങ്ങളാകാൻ. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത അടിമകളാരാണ്? മുത്തഖീങ്ങളാണ്. നമ്മയും അല്ലാഹു ആ ലിസ്റ്റിൽ പെടുത്തി തരട്ടെ. മുത്തഖീങ്ങളാകാതെ ദുനിയാവെന്ന് പിരിഞ്ഞു പോകരുത്. ഇത്തഖുല്ലാഹ്. ഖുർആനിൽ അല്ലാഹു കൂടുതൽ നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ് ഇത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച്, അല്ലാഹുവിന്റെ വിലക്കുകൾ ശ്രദ്ധിച്ച് മുത്തഖിയായി ജീവിക്കണേ. നോമ്പിലൂടെ, ഉന്നതമായ തഖ്വയിലൂടെ അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്താൻ മനുഷ്യന് പ്രത്യേക കഴിവുണ്ട്. കാരണം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ സ്വഭാവത്തോട് ചേരുന്നൊരു സ്വഭാവമാണ്. അല്ലാഹുവിന് ഭക്ഷണമില്ലല്ലോ, വെള്ളമില്ലല്ലോ, അതിലേക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആ ഒരു തലത്തിലേക്ക് അല്ലാഹുവിലേക്ക് അടുക്കുന്നൊരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യന് പ്രതിരോധത്തിന് വലിയ കഴിവുണ്ട്. എന്താ സഹോദരങ്ങളെ പ്രതിരോധം? സ്വന്തം ശരീരത്തിന്റെ ഹവയോടുള്ള പ്രതിരോധം. ശൈത്താന്മാരെ അല്ലാഹു കെട്ടിവെച്ചു എന്ന് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. റമദാനു ഷരീഫ് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ഉദയം ചെയ്തു കഴിഞ്ഞാൽ സുഫിദത്തിശ്ശയാത്തീൻ, പിശാചുക്കളെ കെട്ടി ചെങ്ങലക്ക് ബന്ധിപ്പിക്കപ്പെടും. അതൊരു ആലങ്കാരികമായി പറഞ്ഞതല്ല, യാഥാർത്ഥ്യമാണ്. ഒരാലങ്കാരികമായി പറഞ്ഞ വിഷയം അല്ല, എന്തെങ്കിലും ഒന്നിന് ഉദാഹരണമായി പഠിപ്പിച്ചു തന്നതല്ല. കുറെ അല്ലാഹു തആല അമലുകൾക്ക് തൗഫീഖ് തരും എന്ന അർത്ഥത്തിൽ കെട്ടിയിട്ടു എന്നാണോ? അല്ല, ശരിയാം വിധം അല്ലാഹു കെട്ടി ബന്ധിപ്പിച്ചു. പക്ഷേ അല്ലാഹു കെട്ടിയിടാത്ത ഒരു മുഖ്യ ശത്രുണ്ട്. അല്ലാഹു കെട്ടി ബന്ധിപ്പിക്കാത്ത ഒരു ശത്രുണ്ട്. അതേതാ സഹോദരങ്ങളെ? അതാണ് ഹവൻ നഫ്സ്, സ്വന്തം ശരീരത്തിന്റെ ഇച്ഛ. അതാണല്ലോ ഏറ്റവും വലിയ ശത്രു. രണ്ട് ശത്രുക്കളാണ് ഒരു മുസ്ലിമിന് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് അവന്റെ നഫ്സുല്ലമ്മാറയാണ്, മറ്റൊന്ന് ശൈത്താനാണ്. ആ ശൈത്താനെ അല്ലാഹു കെട്ടിയിട്ടു. ഇനി നമ്മളോട് അല്ലാഹു തആല പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കൊരു ശത്രുവേ ഉള്ളൂ. ആ ശത്രുവിനെ പ്രതിരോധിക്കാൻ എന്റെ ഒരു സിഫത്തിനോട്, എന്റെ രൂപത്തോട് നിങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. അന്നപാനീയങ്ങളില്ലാത്തൊരു ആരാധന. ആ ആരാധനയിൽ കൂടുതൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലത ലഭിക്കണം, ആത്മീയമായ പുരോഗതി ലഭിക്കണം. എന്നിട്ട് മുത്തഖി എന്ന വിധാനത്തിലേക്ക് ഉയരണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു നമുക്കിടം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ സ്വതക്ക ചെയ്താലും, നിസ്കരിച്ചാലും, നോമ്പ് നോറ്റാലും, ഹജ്ജ് ചെയ്താലും, ഏതേത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നത് ഒരു ടീമിൽ നിന്ന് മാത്രമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ലോകത്ത് അല്ലാഹു ആദം സന്തതികളോട് പഠിപ്പിച്ച ആദ്യത്തെ പാഠമാണിത്, ആദ്യത്തെ ചരിത്രമാണ്. ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ
ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആദം അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കൾ ലോകത്താദ്യം നടത്തിയൊരു പുണ്യദാനം. ആ പുണ്യദാനത്തിന്റെ വിവരം നബിയെ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കൂ, പറഞ്ഞു കൊടുക്കൂ. ഇത് ഖർറബാ ഖുർബാനാ, രണ്ടുപേരും അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുണ്യദാനം ചെയ്തു. പഴയ കാലത്തൊക്കെ പുണ്യദാനം എന്നാണ് ഖുർബാൻ എന്നറിയും. നമ്മൾ ഇന്ന് മറ്റുള്ള ആൾക്കാർ കേൾക്കുന്ന ഖുർബാൻ അത് അവരുടെ പ്രാർത്ഥനയാണ് കേട്ടോ, അതല്ലത്. ഇത് ഖുർബാൻ എന്ന് പറഞ്ഞൊരു ഇബാദത്താണ്, ഒരു പുണ്യദാനാണ്. മുമ്പ് കാലത്തൊക്കെ അങ്ങനെയാണ്. അതായത് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അന്നൊന്നും യുദ്ധത്തിന്റെ സ്വത്തൊന്നും ആർക്കും ഹലാലാക്കിയിട്ടില്ല. നബിമാർ, പഴയ കാലത്തെ നബിമാർ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ ഗനീമത്ത് സ്വത്തൊക്കെ ഇങ്ങനെ കൂട്ടിയിടും. എന്നിട്ട് മേൽഭാഗത്തു നിന്നൊരു തീ ഇങ്ങനെ വരും. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തീ ഭക്ഷിച്ചങ്ങനെ കൊണ്ടുപോകും. സ്വീകരിച്ചിട്ടില്ല, എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ, ആ തീ ഇങ്ങനെ വന്ന് തൊട്ടുനോക്കി തിരിച്ചു പോകും, തിന്നൂല. അങ്ങനെ പഴയ കാലത്ത് ഗനീമത്ത് സ്വത്ത് അള്ളാഹ് ആകെ ഹലാലാക്കിയത് ലി ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന് മാത്രം. മുമ്പ് ആർക്കും അത് ഹലാലാക്കിയിട്ടില്ല. നമുക്ക് മാത്രമേ അള്ളാഹ് അത് ഹലാലാക്കിയിട്ടുള്ളൂ, വേറെ ആർക്കും അത് ഹലാലാക്കിയിട്ടില്ല. മുമ്പൊക്കെ എങ്ങനെയാ ചെയ്യുള്ളൂ. അതേപോലെ പഴയ കാലത്ത് പുണ്യദാനം ചെയ്യും, മരുഭൂമിയിൽ കൊണ്ടുപോയി വെക്കും. നിശ്ചിത കാര്യങ്ങൾ പറഞ്ഞിട്ട് നല്ല ഒരു സ്വതക്ക, ഒരു ദാനം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളും അങ്ങനെ ചെയ്തു, ഹാബീലും ഖാബീലും. ഒരാൾ നല്ല പച്ചക്കറി മറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കി. ഇവിടെ കൂട്ടാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവില്ലേ? മനസ്സിലാവും. കൂട്ടാൻ ഉണ്ടായിക്കൊണ്ട് വെച്ചു. ഉച്ചക്കൊക്കെ ചിലപ്പോൾ കൂട്ടാൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ കഞ്ഞി കുടിക്കാനൊക്കെ. തറാവിന്റെ ശേഷമുള്ള കഞ്ഞിക്കുണ്ടാവും, ഒരു കൂട്ടാൻ കൊണ്ടുവച്ചു. മറ്റേ ആള് മാംസം ഉണ്ടാക്കിയിട്ട് ആ മാംസം വേവിച്ച് അതൊരു പ്രത്യേക തരത്തിൽ വിഭവമാക്കിയിട്ട് അത് കൊണ്ടുവച്ചു. രണ്ടുപേരുടെയും പുണ്യദാനല്ലേ അല്ലേ? ഫതുഖുബ്ബില മിൻ അഹദി. ഇവിടെ വിലയിരുത്തണം നമ്മൾ. ഞാനും നിങ്ങളും നോമ്പോൽക്കും, എല്ലാതും സ്വീകരിക്കൂല. ഞാനും നിങ്ങളും നിസ്കരിക്കും, എല്ലാതും സ്വീകരിക്കൂല. ഞാനും നിങ്ങളും സ്വതക്കയും, എല്ലാതും സ്വീകരിക്കൂല. അങ്ങനെ ഉണ്ട് ഉസ്താദെ? അങ്ങനെ അതല്ലേ ഇപ്പൊ ഈ പഠിപ്പിക്കണേ? ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കാൻ പറഞ്ഞ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ ആദ്യത്തെ ചരിത്രമാണ്. രണ്ടുപേരും പുണ്യദാനം വെച്ചു. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ, തീയിറങ്ങി വന്നു, ഒരാളുടേത് മാത്രം സ്വീകരിച്ചു കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട ഹാബീൽ വെച്ച പുണ്യദാനം സ്വീകരിച്ചു കൊണ്ടുപോയി. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേ ആളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. ഒരാളുടേത് സ്വീകരിച്ചു, ഒരാളുടേത് സ്വീകരിച്ചില്ല. നിന്റേത് മാത്രം എന്താ അള്ളാഹു സ്വീകരിക്കാൻ, എന്റേത് എന്തേ സ്വീകരിക്കാതിരുന്നത്? അതിൽ ചുണ്ടി മൂത്തിട്ട് മറ്റേ ആള് പറഞ്ഞു ലാഖ്തുലന്നക, നിന്നെ കൊന്നുകളയും. നിനക്ക് മാത്രം എന്താ ഒരു സ്വീകാര്യത? ആ സമയത്ത് ഹാബീല് പറഞ്ഞ മറുപടിയാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പുണ്യദാനമാണ് എന്ന് പേര് വെച്ചാ പോരാ, ദാനമായിട്ട് മരുഭൂമിയിൽ കൊണ്ടുവന്ന് വെച്ചാലും പോരാ. കുറെ അധ്വാനമില്ലേ ഈ വിഭവം ഉണ്ടാക്കാൻ, അതും പോരാ. കുറെ സാമ്പത്തിക നഷ്ടമില്ലേ ഇത് വാങ്ങിക്കൊണ്ടുവരാൻ, അതും പോരാ. എത്രമാത്രം വീട്ടിൽ പാചകങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും പോരാ. രൂപഭാവങ്ങളിലൊത്താ പോരാ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് നീ എത്ര പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. എന്തേ അവിടെ തഖ്വക്ക് കുറവ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ഹാബീലിന്റെ നിയ്യത്തിന് യാതൊരു കേടും ഇല്ല, ഖാബീലിന്റെ നിയ്യത്തിന് കുഴപ്പം ഉണ്ട്. അവിടെ ആ പ്രശ്നം. ചെറിയ ഒരു നിയ്യത്തിന്റെ കുറവുണ്ടായതുകൊണ്ട് ഉസ്താദെ പ്രശ്നമായി. അങ്ങനെയാണെങ്കിൽ പാകെ പോകുമല്ലോ, കാര്യങ്ങളൊക്കെ പോകും. അത് നിങ്ങളുടെ മാത്രം എന്തോ അങ്ങനെ തന്നെ. നിയ്യത്ത് പോക്കിലാണ് ഒക്കെ പോയി. സതുദ്ദേശപരമായിട്ടാണോ വലിയ കിട്ടലുണ്ട്. അങ്ങനെ പഴയ കാലത്തെ ആൾക്കാർ പോലെ നിയ്യത്ത് പോലെ മയ്യത്ത് എന്ന് പറയില്ലേ, അതന്നെ. നിയ്യത്ത് റെഡിയാണോ? തഖ്വ റെഡിയാണ്. സതുദ്ദേശപരമായിട്ടാണോ? വേഗം സ്വീകരിക്കും. അല്ലാഹുത്തആല നമ്മളെ പോലെ വാശിയുള്ള ആളൊന്നുമല്ല. അയാള് കണ്ടീഷനായിട്ട് ചെയ്തത്. ചില്ലറ കുറവല്ലേ, നമ്മളിപ്പം ചെറിയ കുറവുണ്ടായാലും സ്വീകരിക്കൂല കേട്ടോ. അയാളുടെ ഉദ്ദേശമൊക്കെ റെഡിയല്ലേ, സ്വീകരിക്കണം. തഖ്വ ആത്മീയപരമായിട്ട് റെഡിയാണോ? സ്വീകരിക്കാം. ഉദ്ദേശം തന്നെ റെഡിയല്ലേ, പോയി, കാര്യം പോയി. ഒരാൾ നിസ്കാരത്തിന് സുജൂദിലേക്ക് പോകുക, റുക്കുവിലേക്ക് പോകുക. ഇയാൾ ഈ റുക്കുവിലേക്ക് പോകുമ്പോ എന്താ ആളെ ലക്ഷ്യം എന്നറിയോ? അപ്പുറത്തൊരാൾ വന്നിരിക്കുന്നുണ്ട്, പുതിയ ആളാണ്, ഇതുവരെ പള്ളിയിൽ കയറാത്ത ആളാണ്.
അയാൾ ആരാ നോക്കണം? നേർക്കേറെ ഇങ്ങനെ നോക്കിയാൽ ഇപ്പം നിസ്കാരം നോക്കി ആരെയും കണ്ടുപോലെ, റുക്കൂന്നാകുമ്പോ ഇങ്ങനെ തെറ്റിച്ചാൽ കാണൂലല്ലോ. അപ്പൊ നോക്കാൻ വേണ്ടി റുക്കൂ ചെയ്ത് ഇങ്ങനെ നോക്കി, അയാളെ നിസ്കാരമൊക്കെ പോയി. കാരണം ഇപ്പൊ റുക്കൂവിൽ പോയത് അള്ളാഹുത്തലക്ക് വേണ്ടിയാ അല്ലല്ല. അയാളെ ഉദ്ദേശം എന്താ ഉണ്ടായത്? മറ്റേ ആള് നോക്കാൻ വേണ്ടിയാ പോയത്. അടച്ചോനെ, ആകെ പോയല്ലോ. അതുകൊണ്ട് നമ്മളോടല്ല സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹിജ്റ പോകുന്ന സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, ഹിജ്റ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പ്രയാസം എന്നറിയുങ്ങൾ. ഈ നട്ടുച്ചക്ക് നമുക്കിപ്പോ ഈ അങ്ങാടിയിലൂടെ 1 കിലോമീറ്റർ നടക്കണമെങ്കിൽ എന്തൊരു പ്രയാസമുണ്ട്. ഇത് ചൂടാ, സഹിക്കാൻ കഴിയും. നട്ടുച്ച സമയം നല്ല തണുപ്പും കാറ്റൊക്കെ ഉള്ള സമയത്ത് അപ്പുറത്ത് ബീച്ചിലും മറ്റൊക്കെ പോയിരിക്കാൻ നല്ല സുഖ. കുറച്ച് ചൂടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റ് കിട്ടുന്നെങ്കിൽ സുഖാണ്. ഇത് കാറ്റില്ലാത്തൊരു സമയത്ത് ആ ചൂടും കൊണ്ടിരിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യത്തിന് ആൾക്കാർ പോകുക എന്നല്ലാതെ ആരും പോയിരിക്കൂല, ആസ്വദിക്കാൻ പോയിരിക്കൂല. ഹിജ്റ പോകുന്ന സമയത്ത് മരുഭൂമിയുടെ മരുപ്പറമ്പിലൂടെ നടന്നിട്ടും വാഹനത്തിലും ഭക്ഷണം കിട്ടാതെയും കഷ്ടപ്പെട്ട് ആരും കാണാത്ത സ്വകാര്യതയിലൂടെ പോകുന്ന അവരോടും തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് പോയെന്ന് കരുതിയിട്ട് അള്ളാഹ് ഹിജ്റ സ്വീകരിക്കുന്നില്ല കേട്ടോ. മക്കത്തുനിന്ന് കഷ്ടപ്പാട് സഹിച്ച് മദീനയിലെത്തി എഴുതിയിട്ട് ഹിജ്റന്റെ കൂലി കിട്ടൂല. കിട്ടണമെങ്കിലോ ഓരോരുത്തരും എന്ത് ലക്ഷ്യം വെച്ചാണോ പോകുന്നത് അതിനനുസരിച്ചാണ് അല്ലാഹു തആല പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കി പോകണം. പോകുന്ന കൂട്ടത്തിൽ മദീനയിലെത്തിയിട്ട് അവിടെ നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് കച്ചവടം ചെയ്യാമെന്ന് പോലും കരുതരുത്. കച്ചവടം ചെയ്യാൻ കരുതുന്നത് തെറ്റല്ലല്ലോ, നല്ല കാര്യല്ലേ. പക്ഷെ ഇപ്പോക്കിന്റെ പിന്നിൽ ആ ഒരു ലക്ഷ്യത്തിന്റെ കൂടെ മറ്റൊന്ന് പറ്റൂല. നേരത്തെ ആള് റുക്കുവാ ചെയ്തത്, റുക്കുവിൽ മറ്റാളെ നോക്കലും ലക്ഷ്യം വന്നു. ഇതേപോലെ ഇയാൾ ഹിജ്റക്ക് പോവുകയാണ്. ഹിജ്റ പോകാനുള്ള ഉദ്ദേശത്തിന്റെ കൂടെ ഒന്നുകൂടി അടിച്ചുപോയി. അതെന്താണ്? അതെ, അവിടെ എത്തിയിട്ട് മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് നല്ല സമ്പത്ത് ഉണ്ടാക്കണം. നേർക്ക് നേരെ നോക്കിയാൽ തെറ്റല്ലല്ലോ, നല്ലൊരു വിഷയല്ലേ. ഇതിന്റെ കൂടെ ആ ഒരു നിയ്യത്ത് വേണ്ട. കച്ചവടം ചെയ്യാൻ നിയ്യത്തില്ലെങ്കിലും നടക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചു പോകേണ്ടത് മറ്റൊരു ലക്ഷ്യവും വെച്ചാകരുത്. മറ്റേ ആളെ കാണണം, ഇങ്ങനെ പോകണം, അവിടെ നിന്നൊരു കല്യാണം കഴിക്കണം, ഇങ്ങനെ ജീവിക്കണം, ഒന്നുമല്ല ഇപ്പൊ ലക്ഷ്യം. ഇപ്പൊ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും മാർഗത്തില് അവരെ പൊരുത്തത്തിന് വേണ്ടി ഹിജ്റ, അത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന ആളോട് ഭക്ഷണം കഴിക്കുമ്പോ കൂലി കിട്ടണോ, എന്നാ അധ്വാനത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാതത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി കുടുംബത്തിന് ഹലാലാ നിലക്ക് സമ്പത്ത് സമ്പാദിക്കണ്ടേ, അതിന് ആരോഗ്യം വേണ്ടേ? ആ ആരോഗ്യത്തിന് വേണ്ടിയാണോ നിയ്യത്താക്കി ഭക്ഷണം കഴിക്കുന്നത്? കൂലിണ്ട്. ഭക്ഷണം കഴിക്കുക ഹലാലാണ്, ഹലാലിന് പ്രത്യേക കൂലിയൊന്നുമില്ല. പക്ഷെ നിയ്യത്ത് നന്നാക്കിയാൽ അതിനും കൂലിയുണ്ട്. ഒരു ആസ്വാദനത്തിന് വേണ്ടി കഴിക്കുന്നത് എനിക്ക് കൂലിയൊന്നും ഉണ്ടാവില്ല. ഒരു ടേസ്റ്റ് ഒക്കെ നോക്കി ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു സുഖം കൊള്ളാൻ. ആ സംഗതി നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ വേണ്ടെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാന്നറിയില്ലേ, കുറ്റമില്ല. എന്താ കുറ്റുള്ളു? ഒരാൾ അയാളെ വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല രുചിയുണ്ടോ, വീണ്ടും കഴിച്ചു, കുറ്റൊന്നുമില്ല. അതില് കൂലിയുണ്ടോ? കൂലിയില്ല. പക്ഷെ കൂലിയുണ്ട്. ഇബാദത്തിന് നല്ല ആഫിയത്ത് കിട്ടണം, കുടുംബം പോറ്റാൻ നല്ല ആരോഗ്യം വേണം, അല്ലെ ജോലി എടുക്കാൻ കഴിയില്ലല്ലോ. നല്ല നിയ്യത്തിലാണോ ഓരോന്നും സുന്നത്തായി കൂലി കിട്ടിപ്പോയി. അവ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. ആ മുത്തഖീങ്ങളിൽ നിന്നേ സ്വീകരിക്കൂ എന്നുള്ള സിദ്ധാന്തം പഠിപ്പിച്ചു കൊടുത്തത് ഹാബീലാണ്. ഹാബീലിനോടുള്ള ദേഷ്യം മൂത്തിട്ടല്ലേ ഖാബീൽ ഹാബീലിനെ വകവരുത്തിയത്. ആ സമയത്തും സഹോദരങ്ങളെ ഹാബീലിന്റെ തഖ്വ കണ്ടില്ലേ? ഹാബീല് പറഞ്ഞു, നീ ഒരു കത്തിയെടുത്ത് എന്നെ കൊല്ലാൻ നോക്കുമ്പോ തിരിച്ച് നിന്നെയും വേണമെങ്കിൽ എനിക്ക് കൊല്ലാം, അല്ലെങ്കിൽ കൊല്ലാൻ ഉദ്ദേശിക്കാം. നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈപൊക്കിയാലും നിന്നെ അടിക്കാനും നിന്നെ കൊല്ലാനും ഞാൻ എന്റെ കൈപൊക്കൂല. എന്തേ കാരണം? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ പേടിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ നിയമം എനിക്ക് പാലിക്കണം. അതുകൊണ്ട് നീ എന്നെ തല്ലിയാലും നീ എന്നെ കൊല്ലാമെന്നാലും തിരിച്ചു നിന്നെ കൊല്ലണമെന്ന ലക്ഷ്യം എനിക്കില്ല. ആ ലക്ഷ്യവും കൂടി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ രണ്ടുപേരും ചിലപ്പോൾ നരകത്തിൽ പോകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊല്ലുന്ന ആളും കൊല്ലപ്പെടുന്ന ആളും രണ്ടാളും നരകത്തിലാണ്. ഒരാൾ കൊല്ലാൻ വേണ്ടി വന്നു, മറ്റേ ആളോ
മറ്റേ ആള് ഇയാളെ വാള് കൊണ്ട് വെട്ടിയിട്ട് അയാൾ താഴെ വീണ് കൊല്ലപ്പെട്ടു പോയി. രണ്ടാളും എങ്ങനെ നബിയെ നരകത്തിലെത്തുക? സ്വഹാബത്തിനോട് പറഞ്ഞു, കൊല്ലാൻ വന്ന ആള് ഘാതകനായി എന്ന നിലക്ക് നരകത്തിലാണ്. അതേ സമയത്ത് കൊല്ലപ്പെട്ടു പോയ ആളോ ഫഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, അയാളെ മനസ്സിലെ ലക്ഷ്യം ഇയാളെ കൊല്ലണം എന്നായിരുന്നു. പക്ഷേ കൊല്ലാൻ വേണ്ടി മറ്റേ ആള് കൈ ഉയർത്തുമ്പോഴേക്ക് വെട്ടുവിടെ മർമ്മത്തിൽ കൊണ്ടുപോയി ആള് മരിച്ചുപോയി. നോക്കുന്ന സമയത്ത് അയാളും ഇതിന് പിളരിട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ലക്ഷ്യത്തിൽ ഒന്നാണ്, രണ്ടാൾക്കും നരകാണ്.